വയനാട് തുരങ്കപാതയുടെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം നമ്മൾ കടക്കുമ്പോൾ ഓർക്കേണ്ട ഒരു വാചകമുണ്ട്. ആരുടെ? വഴിമുടക്കിയുടെ വാചകം. ടണൽ പ്രോജക്റ്റ് വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ടണൽ പ്രോജക്റ്റ്, അതിനെയൊക്കെ ഞങ്ങൾ എതിർക്കും, ശക്തിയായി ഞങ്ങൾ എതിർക്കും. എന്തോ എങ്ങനെ ഞങ്ങളങ്ങ് മുടക്കുമെന്ന മുടക്കുമെന്ന് പറഞ്ഞാൽ അവൻ്റെ നെഞ്ചത്ത് ദേ ഇതുപോലെ ഒരു 2 ഡയലോഗ് കാച്ചി ഞങ്ങൾ അതങ്ങ് പൊട്ടിക്കും. എങ്ങനെ? ദേ ഇങ്ങനെ. സന്തോഷത്തോടെയും അഭിമാനത്തോടെയും വലിയ പ്രതീക്ഷയോടെയും എല്ലാവരുടെയും അനുമതിയോടെ ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാൻ പോവുകയാണ്. ഈ ആനക്കാംപൊയിൽ കക്കാടി മേപ്പാടി ആ തുരങ്കപാത ഞങ്ങളുടെ ചാണ്ടിച്ചൻ അന്ന് കല്ലിട്ടതാണെന്നാണ് പറയുന്നത്. ആ കല്ലും കൂടിയാണ് ആ ബ്ലാസ്റ്റിൽ പൊട്ടിപ്പോയിട്ടുള്ളത്. ഒരു കാര്യം പറയാണ്, അങ്ങനെ ഒരു കല്ലേ ഇല്ല. ഏതെങ്കിലും കല്ലുണ്ടെങ്കിൽ ആദ്യത്തെ വെടിയിൽ തന്നെ അത് പൊട്ടി തകർന്നിട്ടുണ്ട്. കാര്യം എന്ത് ചെയ്തില്ലെങ്കിലും ഞങ്ങളാണ് ഇതിൻ്റെ ആൾക്കാർ, ഞങ്ങളാണ് ഇതിൻ്റെ കല്ലിട്ടവർ എന്ന് പറയുന്നവർക്കും ഈ ഒരു തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് അടുപ്പിക്കേണ്ട കാര്യമേ ഇല്ല. ഈ സർക്കാരിനെ അത് ചെയ്യാൻ അനുവദിക്കില്ല എന്ന തരത്തിൽ അതിനെതിരെ മാധ്യമങ്ങളിൽ പോയിരുന്ന അഭിമുഖം കൊടുത്ത് അനാവശ്യമായിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഒരു പ്രതിപക്ഷ നേതാവാണ്. ആ നിലയ്ക്ക് ഇദ്ദേഹത്തെ ആ വഴിക്ക് അടുപ്പിക്കേണ്ട കാര്യമില്ല. കാര്യം ഇതൊക്കെ സർക്കാർ ഒരു നാട്ടിലെ മനുഷ്യരുടെ ജീവൽ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അവരുടെ വരും കാലഘട്ടത്തിലെ ആ യാത്രാ ദുരിതം തീർക്കണമെന്നുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ യാഥാർത്ഥ്യമാക്കുന്നത്. നേരത്തെ ദുരന്തമുണ്ടായ വയനാട് ചൂരൽമലയിലെ ആ മനുഷ്യർക്ക് ടൗൺഷിപ്പ് ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു 1.5 വർഷത്തിനകത്ത് അത് യാഥാർത്ഥ്യമാക്കി കാണിച്ചതുപോലെ തന്നെ ഈ ആനക്കാംപൊയിൽ കക്കാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം 6 മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്ത് അതിൻ്റെ ആദ്യത്തെ ബ്ലാസ്റ്റിലേക്ക് കടക്കുമ്പോൾ പറഞ്ഞ വാക്ക് എങ്ങനെ? ആ സന്ദർഭത്തിൽ സതീശൻ നാടുനീളെ മൈക്ക് കെട്ടി പറയുന്നുണ്ട്, പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവാണെന്ന്. ആ പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവിൽ നിന്നാണ് ഈ വിസ്മയങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആരും ഈ നാടിനോടുള്ള സ്നേഹം കൊണ്ടുവന്ന് ഈ പണിയൊന്നും ചെയ്യില്ലല്ലോ. കൊങ്കൺ റെയിൽവേ അധികൃതർ ഉൾപ്പെടുന്ന കമ്പനിയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത്. 3 വർഷത്തെ ടൈം പീരീഡാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടല്ലേ പറയുന്നത് അടുത്ത 5 വർഷം കൂടി ഈ സർക്കാർ തുടരേണ്ടത്. എന്തുകൊണ്ടെന്നാൽ ഈ നാടിന്റെ മുഖച്ഛായ മാറ്റാൻ ഇപ്പോഴും പലയിടങ്ങളിലും യാത്രാ പ്രതിസന്ധി നേരിടുന്ന പ്രശ്ന പരിഹാരത്തിന് ഒരിക്കലും ഇവരെ കൊണ്ട് കഴിവുണ്ടാകില്ല. നേരത്തെ നിങ്ങളെ കാണിച്ചതുപോലെ വയനാട് കല്ലിട്ട് പോയ ആ പോക്ക് ഇനി കുറെ കാലത്തിന് ശേഷം തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. ആര് ചോദിച്ചാലും കല്ലിട്ടല്ലോ കല്ലിട്ടല്ലോ എന്ന വാചകം പറഞ്ഞ് ന്യായീകരിക്കുന്നിടത്ത് കല്ലിട്ട് പോകലല്ല ഈ സർക്കാരിന്റെ പ്രവർത്തനം. കല്ലിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ അടുത്ത കല്ല് വെച്ച് അതിൻ്റെ മുകളിൽ സിമന്റ് വെച്ച് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ആർക്കാണോ അത് ആവശ്യമായിട്ടുള്ളത് അവർക്ക് കൈമാറുക എന്നുള്ളതാണ്.